ഉണ്ണി വലിയൊരു ബിസിനസ് കരാറിൽ ഒപ്പിടാനുള്ള തിരക്കിലാണ്. മാളികക്കൽ തറവാടിൻ്റെ തകർച്ച ലക്ഷ്യമിട്ട് കാശിനാഥ് വിരിച്ച വലയായിരുന്നു അത്. ഈ വിവരം അറിഞ്ഞ് പത്മനാഭൻ ഉണ്ണിയുടെ അടുത്തേക്ക് പാഞ്ഞെത്തി. ഉണ്ണി, നീ ആ കരാറിൽ ഒപ്പിടരുത്, അത് ചതിയാണ്. പത്മനാഭൻ ഒച്ചവെച്ചു. എന്ത് ചതി അച്ഛാ? ഉണ്ണി അഹങ്കാരത്തോടെ പറഞ്ഞു. ഇത് നമ്മുടെ ദക്ഷ ഗ്രൂപ്പിനെ രക്ഷിക്കാനുള്ള വലിയൊരു ഡീലാണ്. ഈ തകർച്ചയിൽ നിന്ന് നമ്മളെ കരകയറ്റാൻ ഈ കമ്പനിക്ക് മാത്രമേ കഴിയൂ. നിനക്കറിയില്ല ഉണ്ണി, ആ കമ്പനിയുടെ പിന്നിൽ ആരാണെന്ന്? അത് മംഗലത്ത് കാശിനാഥാണ്. അവൻ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവനാണ്. ആ ചതിക്കുഴിയിൽ പോയി വീഴരുത്. പത്മനാഭൻ ഉണ്ണിയെ തടയാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ പത്മനാഭൻ്റെ വാക്കുകൾ കേൾക്കാൻ ഉണ്ണി തയ്യാറായില്ല. ഉണ്ണിയുടെ മനസ്സിൽ അപ്പോഴേക്കും കാശിനാഥ് വലിയ ലാഭത്തിൻ്റെ മോഹങ്ങൾ നിറച്ചിട്ടുണ്ടായിരുന്നു. പത്മനാഭനെ മറികടന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഉണ്ണി ആ ബിസിനസ് കരാറിൽ ഒപ്പിട്ടു. തൻ്റെ തകർച്ച പൂർണ്ണമാകാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ പത്മനാഭൻ തലയിൽ കൈവച്ചിരുന്നു. കാശിനാഥൻ്റെ പ്രതികാരത്തിൻ്റെ ആദ്യ കളം പൂർത്തിയായത് അവിടെ വെച്ചായിരുന്നു. ഉണ്ണി പേനയെടുത്ത് ആ കരാറിൽ ഒപ്പിട്ട നിമിഷം പത്മനാഭൻ നായരുടെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് അയാൾ മേശക്കരികിലേക്ക് പാഞ്ഞെടുത്തു. നിന്നോട് ഞാൻ പറഞ്ഞില്ലടാ ഇത് ചതിയാണെന്ന്. അയാൾ ഉണ്ണിയുടെ കയ്യിൽ നിന്നും ആ ബിസിനസ് പേപ്പർ ബലമായി പിടിച്ചു വാങ്ങി ദേഷ്യം മൂത്ത് അത് വലിച്ചു കീറി കഷ്ണങ്ങളാക്കി അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞു. ഒപ്പിട്ട പേപ്പറുകൾ നിലത്ത് ചിതറി വീണു. അച്ഛാ, നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത്? ഉണ്ണി ആകെ അമ്പരന്നു പോയി. മാളികക്കൽ തറവാടിൻ്റെ നാശം കാണാൻ ഈ പത്മനാഭൻ നായർ ജീവനോടെ ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത്. ഉണ്ണി, വീട്ടിലേക്ക് നടക്ക്. ഉണ്ണിയുടെ കൈ കുത്തിപ്പിടിച്ച് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ മുന്നിലൂടെ വലിച്ച് പത്മനാഭൻ നായർ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തറവാടിൻ്റെ വലിയ പടിവാതിൽ കടന്ന് അകത്തെത്തുമ്പോഴും പത്മനാഭൻ നായരുടെ നെഞ്ചിരിപ്പ് നിലച്ചിരുന്നില്ല. കാശിനാഥ് എപ്പോഴാണെങ്കിലും തന്നെ തേടി ഇവിടെ എത്താം. അധിക സമയം വൈകില്ലെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. തൊട്ടടുത്ത ദിവസം മാളികക്കൽ തറവാട് പതിവിലും ശാന്തമായിരുന്നു. ദക്ഷ പൂജാമുറിയിൽ പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് തറവാട് മുറ്റത്ത് ഒരു വണ്ടി വന്ന് ബ്രേക്കിട്ട കനത്ത ശബ്ദം കേട്ടത്. പത്മനാഭൻ നായരും ഉണ്ണിയും ഹാളിലേക്ക് ഓടി വന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വരുന്ന ആ രൂപത്തെ കണ്ട് തറവാട് ഒന്നടങ്കം ഞെട്ടി. അവൻ്റെ കയ്യിൽ ഒരു താലമുണ്ടായിരുന്നു. അതിൽ കടും ചുവപ്പ് നിറമുള്ള ഒരു പട്ടും ഒരു മഞ്ഞച്ചരടിൽ കോർത്ത താലിയും. കാശിനാഥ്, നീ? പത്മനാഭൻ നായർ വിറക്കുന്ന ശബ്ദത്തോടെ മുന്നോട്ട് വന്നു. നിന്റെ മകൻ ഒപ്പിട്ട പേപ്പർ കീറിയെറിഞ്ഞാൽ എല്ലാം തീരുമെന്ന് നീ കരുതിയോ പത്മനാഭ? ബിസിനസ് തകർത്തല്ല, നിന്റെ നെഞ്ചിൽ ചവിട്ടി തന്നെയാടാ ഞാൻ നിന്നോട് പ്രതികാരം തുടങ്ങുന്നത്. കാശിനാഥ് ക്രൂരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഹാളിലെ ബഹളം കേട്ട് ദക്ഷ പൂജാമുറിയിൽ നിന്നും അങ്ങോട്ട് ഓടി വന്നു. അവൾ കാശിനാഥനെ കണ്ട് ഭയന്ന് വിറച്ചു. അച്ഛാ, ഇയാളെയാണെന്ന് അവൾക്ക് വാചകം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ദക്ഷ, നീ അകത്തേക്ക് പോ, പത്മനാഭൻ നായർ നിലവിളിച്ചു. ഉണ്ണി കാശിൻ്റെ നേരെ തല്ലാൻ ആഞ്ഞുറച്ച് മുന്നോട്ട് വന്നെങ്കിലും കാശി ഒരൊറ്റ തള്ളലിന് ഉണ്ണിയെ ദൂരേക്ക് തെറിപ്പിച്ചു. കാശി ഒട്ടും സമയം കളയാതെ ദക്ഷയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. അവൻ അവളുടെ കൈകളിൽ കടുപ്പത്തിൽ പിടിച്ചു വലിച്ചു. എന്നെ വിട് അച്ഛ, എന്നെ രക്ഷിക്കൂ, ദക്ഷ നിലവിളിച്ചുകൊണ്ട് കുതറാൻ നോക്കി. എന്നാൽ കാശിനാഥൻ്റെ കരുത്തുള്ള കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾക്ക് കഴിഞ്ഞില്ല. പത്മനാഭൻ അവരെ തടയാൻ നോക്കിയെങ്കിലും കാശിനാഥൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഗുണ്ടകൾ അയാളെ ബലമായി പിടിച്ചു വെച്ചു. തൻ്റെ കൺമുന്നിൽ വെച്ച് മകളെ അവൻ അപായപ്പെടുത്താൻ പോകുന്നു എന്നത് കണ്ടപ്പോൾ അച്ഛൻ നെഞ്ചു പൊട്ടി കരഞ്ഞു. നീ ദൈവമായി കാണുന്ന നിന്റെ അച്ഛൻ്റെ മുന്നിൽ വെച്ച് തന്നെ നീ ഇന്ന് എൻ്റെ സ്വന്തമാകും എന്ന് ഗർജിച്ചുകൊണ്ട് കാശിനാഥ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ മഞ്ഞച്ചരട് ദക്ഷയുടെ കഴുത്തിലേക്ക് ബലമായി കെട്ടി. ദക്ഷയുടെ താലികെട്ട് തടയാൻ ആർക്കും കഴിഞ്ഞില്ല. 3 കെട്ടുകൾ വീഴുമ്പോൾ മാളികക്കൽ തറവാട് പൂർണ്ണമായും നിശബ്ദമായി. താലി കെട്ടിയ ഉടനെ നിലവിളിക്കുന്ന ദക്ഷയെ കാശിനാഥ് തൻ്റെ കൈകളിൽ കോരിയെടുത്തു. തറയിൽ തളർന്നു വീണു കരയുന്ന പത്മനാഭനെ നോക്കി അവൻ പറഞ്ഞു, നിന്റെ മകളെ ഞാൻ കൊണ്ടുപോകുന്നു. ഇനി ഇവൾ എൻ്റെ തടവുകാരിയാണ്. തറവാട്ടിലെ എല്ലാവരും നോക്കി നിൽക്കെ ദക്ഷയും കൊണ്ട് കാശിനാഥ് അവൻ്റെ വണ്ടിയും എടുത്ത് ആ വലിയ ബംഗ്ലാവിലേക്ക് പാഞ്ഞുപോയി. വണ്ടി വന്നു നിന്നത് ഒരു സ്വപ്ന തുല്യമായ ബംഗ്ലാവിന് മുന്നിലായിരുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന അത്രയും മനോഹരമായ വസ്തുവിദ്യയിൽ പണിതുയർത്തിയ ഒരു കൊട്ടാരം, ചുറ്റും വെച്ചുപിടിപ്പിച്ച ഭംഗിയുള്ള പൂന്തോട്ടം. മാളികക്കലേക്കാൾ എത്രയോ മടങ്ങ് വലിയതായിരുന്നു ആ വീട്. പക്ഷേ ആ വലിയ വീട്ടിലേക്ക് നോക്കിയ ദക്ഷയുടെ ഉള്ളിൽ ഭയം ഇരട്ടിക്കുകയാണ് ചെയ്തത്.
അത്രയും വലിയ ആഡംബര ബംഗ്ലാവിൽ ഒരൊറ്റ മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. അത് വിജനമായി കിടക്കുകയായിരുന്നു. കാശി കാറിൻ്റെ ഡോർ തുറന്ന് അവളെ പുറത്തേക്കിറക്കി. ദക്ഷ ഒന്നും സംസാരിച്ചില്ല. അവളൊന്നും ചോദിച്ചതുമില്ല. ചോദിക്കാൻ മാത്രമുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു അവൾ. അവളുടെ കഴുത്തിലെ ആ പുതുമഞ്ഞ ചരടും താലിയും അവളെ അത്രമാത്രം ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. കാശി അവളെ മുകളിലെ നിലയിലുള്ള അതിമനോഹരമായി ഒരുക്കിയൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു മനോഹരമായ മുറി. ഇതാണ് നിന്റെ മുറി. ഈ വീട്ടിൽ എവിടെ വേണമെങ്കിലും നിനക്ക് നടക്കാം, ഇരിക്കാം. ഞാൻ നിന്നെ മുറിയിൽ പൂട്ടിയിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഈ വീടിൻ്റെ പടിവാതിൽ കടന്ന് പുറത്തേക്ക് പോകാൻ നീ ശ്രമിക്കരുത്. അതിനുള്ള സ്വാതന്ത്ര്യം നിനക്കില്ല, കാശിനാഥ് തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു. അത്രയും പറഞ്ഞ് അവൻ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. പക്ഷേ ദക്ഷയ്ക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. തന്നെ പൂട്ടിയിട്ടില്ലെങ്കിലും താൻ ആ വലിയ വീട്ടിൽ ഒരു തടവുകാരിയാണെന്ന യാഥാർത്ഥ്യം അവളുടെ മനസ്സിനെ പൊള്ളിച്ചു. ജനിച്ച നാൾ മുതൽ സ്നേഹത്തോടെയും ലാളനയോടെയും അച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടൻ്റെയും തണലിൽ വളർന്നവളാണ് അവൾ. സ്വന്തം വീടും അച്ഛനെയും വിട്ട് ഇങ്ങനെ ഒരു ചതിക്കുഴിയിൽ എത്തിപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ പോലും അവളുടെ മനസ്സിന് വിസമ്മതിച്ചു. ചുറ്റുമുള്ള ആ ആഡംബരങ്ങളോ മുറിയുടെ മനോഹരതയോ ഒന്നും അവളുടെ കണ്ണിൽപ്പെട്ടില്ല. ആകെ തളർന്ന് ഉള്ളിലെ ജീവൻ പകുതിയും നഷ്ടപ്പെട്ടതുപോലെ അവൾ ആ കട്ടിലിൻ്റെ ഒരു കോണിലേക്കിരുന്നു. കരയാൻ പോലും ശക്തിയില്ലാത്തതുപോലെ അവൾ ആകെ വാടി തളർന്നു പോയിരുന്നു. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് ശൂന്യമായ കണ്ണുകളോടെ അവൾ ആ അടഞ്ഞ വാതിലേക്ക് നോക്കി അങ്ങനെയിരുന്നു. കാശിനാഥൻ്റെ വണ്ടി പാഞ്ഞുപോയ വഴിയിലെ പൊടിപടലങ്ങൾ പതുക്കെ അടങ്ങിയിട്ടും മാളികക്കൽ തറവാടിൻ്റെ പൂമുഖത്ത് ആരും ഒരക്ഷരം മിണ്ടിയില്ല. ഒരു വൻ ദുരന്തം നടന്നു കഴിഞ്ഞാലുള്ള ഭീതിതമായ നിശബ്ദത ആ വലിയ തറവാട്ടിൽ തളം കെട്ടിയിരുന്നു. അത്രയും നേരം നെഞ്ചിൽ കൈവച്ച് നോക്കി നിന്ന മാധവി അമ്മയുടെ കൈകാലുകൾ പെട്ടെന്ന് വിറച്ചു. തങ്ങളുടെ ജീവനായ ദക്ഷമോളെ ഒരു കൂസലുമില്ലാതെ അവൻ വലിച്ചഴിച്ചു കൊണ്ടുപോയ ആ കാഴ്ച താങ്ങാൻ അവരുടെ പ്രായമായ മനസ്സിനെ കഴിഞ്ഞില്ല. എൻ്റെ കുഞ്ഞ് എന്ന് മാത്രം ആ ചുണ്ടുകൾ മന്ത്രിച്ചു. അടുത്ത നിമിഷം കണ്ണ് തള്ളി ഒരു വലിയ നിലവിളിയോടെ അവർ ആ പൂമുഖത്തെ തറയിലേക്ക് ബോധമില്ലാതെ വീണു. തറവാട്ടിലാകെ അതോടെ ബഹളമായി. വേലക്കാരും ബന്ധുക്കളും മാധവി അമ്മയുടെ അടുത്തേക്ക് ഓടിക്കൂടി. മുഖത്ത് വെള്ളം തെളിക്കാനും താങ്ങി അകത്തേക്ക് കിടത്താനും നോക്കുന്നതിനിടയിൽ പൂമുഖത്തെ വലിയ കരിങ്കല്ലിൽ തൂണിൽ തല തല്ലി ലക്ഷ്മി അമ്മ അലമുറയിട്ട് കരയുകയായിരുന്നു. അവരുടെ മുടിയിഴകൾ അഴിഞ്ഞുലഞ്ഞു കിടന്നു. എൻ്റെ ദൈവമേ, എന്ത് മഹാപാപം ചെയ്തിട്ടാണ് എൻ്റെ കുഞ്ഞിനെ ആ രാക്ഷസൻ കൊണ്ടുപോയത്? ലക്ഷ്മി അമ്മയുടെ നെഞ്ചു പൊട്ടിയുള്ള ആ നിലവിളി മാളികക്കൽ തറവാടിൻ്റെ നാലുകെട്ടുകളിൽ തട്ടി പ്രതിധ്വനിച്ച് അന്തരീക്ഷത്തെ കൂടുതൽ ശ്വാസം മുട്ടിച്ചു. രാത്രിയേറെ വൈകിട്ടും ദക്ഷ മംഗലത്ത് ബംഗ്ലാവിലെ ആ വലിയ മുറിയുടെ ആ ഒരു കോണിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ മുറിയുടെ വാതിൽ തുറന്ന് കാശി അകത്തേക്ക് വന്നത്. അവൻ്റെ കയ്യിൽ ഭക്ഷണപാത്രമുണ്ടായിരുന്നു. അവൻ ആ പാത്രം അവളുടെ മുന്നിലേക്ക് മേശപ്പുറത്തേക്ക് ശബ്ദത്തോടെ വെച്ചു. ഭക്ഷണം കഴിക്ക്. അവൻ്റെ ശബ്ദത്തിൽ യാതൊരു ഭാവവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദക്ഷ ആ ഭക്ഷണത്തിലേക്ക് നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. മുഖം തിരിച്ച് ശൂന്യമായ കണ്ണുകളോടെ അവൾ ജനലിലൂടെ പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു. തൻ്റെ മുന്നിലിരിക്കുന്ന ആഹാരത്തെ അവൾ അവഗണിക്കുന്നത് കാശിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൻ്റെ കണ്ണുകളിൽ ദേഷ്യം ഇരച്ചു കയറി. ഒട്ടും സമയം കളയാതെ അവൻ അവളുടെ അടുത്തേക്ക് ആഞ്ഞു നടന്നു. ദക്ഷ ഭയന്ന് പുറകോട്ട് മാറുന്നതിന് മുൻപ് തന്നെ കാശി അവളുടെ താടിയിൽ കടുപ്പത്തിൽ പിടിച്ച് തൻ്റെ മുഖത്തിന് നേരെ തിരിച്ചു. അവൻ്റെ ആ ശക്തമായ പിടിയിൽ അവളുടെ കണ്ണുകളിൽ നിന്നും വീണ്ടും കണ്ണീരൊഴുകി. നിന്റെ അച്ഛൻ പത്മനാഭൻ നായർ കൊണ്ടുതരുന്ന ആഹാരമില്ലത്. അവൾക്ക് നേരെ നോക്കി അവൻ ഉച്ചത്തിൽ ഗർജിച്ചു. ഇവിടെ ഭക്ഷണം പാഴാക്കി കളയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഈ താലത്തിലുള്ളത് മുഴുവൻ കഴിച്ചിട്ട് നീ ഇന്ന് ഇവിടെ കിടക്കാവൂ. മംഗലത്ത് തറവാട്ടിൽ വന്നവരാരും ഇതുവരെ പട്ടിണി കിടന്നിട്ടില്ല, പട്ടിണി കിട്ടിട്ടുമില്ല. അവൻ്റെ ആ വന്യമായ ഗർജനവും ദേഷ്യം നിറഞ്ഞ നോട്ടവും കേട്ട് ദക്ഷ ആകെ ഭയന്നുപോയി. തന്നെ ഉപദ്രവിക്കാൻ അവൻ മടിക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ അവളുടെ താടിയിലെ പിടി വിട്ട് മാറി നിന്നു. ഭയം കൊണ്ട് അവളുടെ ശരീരം വിറക്കുന്നുണ്ടായിരുന്നു. വേറൊരു വഴിയുമില്ലെന്ന് മനസ്സിലാക്കിയ ദക്ഷ വിറക്കുന്ന കൈകളോടെ ആ ഭക്ഷണത്താലം മുന്നിലേക്ക് നീക്കി. ഓരോ ഉരുള ചോറുണ്ണുമ്പോഴും അവളുടെ കണ്ണുകളിൽ നിന്നും ചൂടുള്ള കണ്ണീർ ആഹാരത്തിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അനുഭവിച്ചിട്ടില്ലാത്ത ആ അപമാനവും സങ്കടവും ഉള്ളിലൊതുക്കി കരഞ്ഞുകൊണ്ട് അവൾ ആ ഭക്ഷണം മുഴുവനും കഴിച്ചു തീർത്തു. അവൾ കണ്ണീരോടെ ഓരോ ഉരുളയും വിഴുങ്ങുന്നത് കാശിനാഥ് ദൂരെ നിന്ന് മാറി നോക്കുന്നുണ്ടായിരുന്നു. അവൾ കഷ്ടപ്പെട്ട് ആ താലത്തിലെ ഭക്ഷണം മുഴുവനും കഴിച്ചു.
കാശിനാഥ് അവളുടെ മുഖത്തേക്ക് വന്യമായ ഒരു പരിഹാസ ചിരിയോടെയും പുച്ഛത്തോടെയും നോക്കി. അവൻ തന്നിലേക്ക് എറിഞ്ഞു തന്ന ആ പുച്ഛം ദക്ഷയുടെ നെഞ്ചിനെ ചവിട്ടി മെതിച്ചതുപോലെ തോന്നിപ്പിച്ചു. അവൾ കട്ടിലിലേക്ക് വീണ് മുഖം അമർത്തി പൊട്ടിക്കരഞ്ഞു.